ഹലോ ഗൈസ്, വല്ലൂർ ഫാഷനബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. ഓണത്തിന് സാരി ഉടുക്കണ്ടേ? പക്ഷേ സാരി ഉടുക്കാൻ അറിയില്ല അല്ലേ? കുഴപ്പമില്ല, അതിനുള്ള നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ്ട് റെഡി ടു വെയർ സാരി. അപ്പോൾ വീഡിയോയുടെ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കുക കേട്ടോ. എങ്കിലും നമുക്ക് മുന്നോട്ട് ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഓണമൊക്കെയാണ് വരുന്നത്, നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊടുക്കുന്ന ഓളാക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ റീസെല്ലിങ്ങിന് കൊടുക്കുന്നുണ്ട്. റീസെല്ലിംഗ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതിയോ. അതേപോലെ നമ്മുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നായിട്ട് നമ്മുടെ കളക്ഷൻസ് ഒക്കെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനോ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ സാരിയുടെ ഡീറ്റെയിലിംഗിലേക്ക് പോവാം. സാരി ഇപ്പോ അധികം ആർക്കും സാരി ഉടുക്കാനൊന്നും അറിയില്ല. പക്ഷെ സാരി ഉടുക്കാൻ നല്ല ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ നല്ല പറ്റിയ ഒരു സൊല്യൂഷനാണിത്. ഇത് ഏകദേശം ഒരു സ്മോൾ സൈസ് മുതൽ ഒരു 6XL വരെയൊക്കെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇതാ ഇങ്ങനെ 2 ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ നമ്മൾ ഫ്ലീറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഏകദേശം ഒരു 6 ഫ്ലീറ്റോളം ഉണ്ട് ഇതിൻ്റെ അകത്തെ. നമ്മുടെ നോർമൽ സാരീസിലൊക്കെ നമ്മൾ 6 ഫ്ലീറ്റ്സ് 5 ഫ്ലീറ്റ്സ് ഒക്കെയാണ് വരുന്നത്. അത്രയും നമ്മൾ 6 ഫ്ലീറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതേപോലെ 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഹുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെയാണ് ഇതിന്റെ ഒരു കൊളുത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഇത്രയും ഏകദേശം എന്താ കണ്ടോ ഒരു മീറ്ററോളം ഈ ഒരു ഹുക്ക് സാധനം തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏത് സൈസ് ആണോ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റി ഇടാൻ പറ്റും. ഇത് കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഒരു കറക്റ്റ് വണ്ണം എടുത്തിട്ടല്ല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് വണ്ണം വെച്ചാലും കുറച്ച് വണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞാലും ഹുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിതാ ഈ സ്കേർട്ടിലൊക്കെ ഇടുന്നത് പോലെ തന്നെ ഇതാ കണ്ടോ, ഇവിടെ ഇങ്ങനെ പുറകിലെല്ലാം ഇങ്ങനെ ഞുറി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒട്ടിയിരിക്കുകയോ ഭയങ്കര പിടിച്ചിരിക്കുന്ന രീതിക്കോ അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ. ഈ ഒരു ബെൽറ്റ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പുറകിലെല്ലാം നമ്മളിങ്ങനെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഞുറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു കാര്യം, ഇത് നമ്മുടെ നോർമൽ സാരിയാണ്. നമ്മൾ സാധാരണ ഉടുക്കുന്ന സാരി ഉണ്ടല്ലോ, ആ സാരി തന്നെയാണ് നമ്മൾ റെഡി ടു വെയർ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 6.25 മീറ്ററോളം ലെങ്ത് വരുന്ന ഒരു സാരിയാണ്. അപ്പൊ നമുക്ക് ഹൈറ്റ് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ചെറുത് വലുത് അങ്ങനെയൊന്നും അല്ല, നമ്മൾ ഉടുക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ നോർമൽ സാരിക്ക് എത്ര നീളമുണ്ടോ അത്രയും നീളം തന്നെ ഈ സാധനത്തിന് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് ഉടുത്ത് കാണിക്കാം. ഇത് ഇതേപോലെ എടുത്ത് ഇവിടേക്ക് വെച്ചിട്ട് ഇതിന്റെ ഇങ്ങനെ ഈ ഒരു കൊളുത്തിടുക. ഇതിങ്ങനെ ഒന്ന് കൊളുത്ത് 2 കൊളുത്തിട്ടതിന് ശേഷം ഈ ഫ്ലേറ്റ്സ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുത്തണം. കുത്തി കഴിയുമ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു സൈസ് ഒരു മീഡിയം സൈസാണ്. അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് ഇങ്ങനെ കൊളുത്തുകൾ കിടപ്പുണ്ട്. ഇതിലും ചെറിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ജസ്റ്റ് ഇവിടെ നമ്മുടെ ഈ സ്കേർട്ടിലൊക്കെ വെക്കുന്ന ടൈപ്പ് സ്റ്റീലിന്റെ ഹുക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു ഹുക്ക് ഇവിടേക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇങ്ങോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഹുക്ക് ഇടുക. ഹുക്ക് ഇട്ടിട്ട് ഫ്ലീറ്റ്സ് ഒക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒന്ന് പിടിച്ച് വെക്കുക. ഫ്ലീറ്റ്സ് എടുത്ത് കുത്തുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫ്ലീറ്റ്സ് എടുത്ത് കുത്തുമല്ലോ, അങ്ങനെ എടുത്ത് കുത്തുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുത്താം. അല്ലാതെ 1 ഫ്ലീറ്റ് ആയിട്ട് ഇടുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും. അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച്. നമ്മൾ അതുകൊണ്ടാണ് ഈ മേൽവശം ഫ്ലീറ്റ് സെറ്റ് ചെയ്യാത്തത്. കാരണം മേൽവശം ഫ്ലീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് പല വീതിക്കായിരിക്കും നമ്മൾ ഈ ഫ്ലീറ്റ് എടുക്കുന്നത്. എല്ലാവരും ഒരേ രീതിക്കായിരിക്കില്ലല്ലോ എടുക്കുന്നത്. പലരും പല വീതിക്ക് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ പല ലെങ്തിൽ താഴേക്ക് പല ലെങ്തിൽ ഇടുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ആ ഒരു മേൽഭാഗം മാത്രം സെറ്റ് ചെയ്യാത്തത്. അതിനുശേഷം ഇതേപോലെ ഇത് പിന്നെ പെട്ടെന്ന് ഉടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഫ്ലീറ്റ് കറക്റ്റായിട്ട് വരാത്തത്. നമ്മൾ ഫ്ലീറ്റ് ഉടുക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്ത് ആദ്യം തന്നെ ഈ ഒരു ഫ്ലീറ്റ് എടുത്ത് ഒന്ന് അയൺ ചെയ്തതിന് ശേഷമൊക്കെ ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ഇതിലൊന്ന് എൻ്റെ ബ്ലൗസും കൂടി ഒന്ന് വെയർ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫൈനൽ ഉടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ നോർമൽ സാരി ഉടുക്കുന്നത് പോലെ തന്നെയാണ്. ഇതിൽ വേറെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു റെഡി ടു വെയർ സാരി ആണെന്നോ അങ്ങനെ നോർമൽ സാരിയിൽ നിന്ന് വ്യത്യാസമോ കാര്യം ഒന്നും തോന്നില്ല. ഫ്ലീറ്റ്സ് എടുത്ത് കുത്തുന്ന ആൾക്കാർക്ക് അങ്ങനെ കുത്താം, 1 ഫ്ലീറ്റ് ആയിട്ട് ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ കുത്താം.
അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതിയോ. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇന്ത്യ പോസ്റ്റ് ആയാലും DTDC ആണെങ്കിലും അവൈലബിൾ ആണ്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ പുതിയൊരു കളക്ഷനുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. താങ്ക്